ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പം കുറേ നാളോട് ചെയ്യണം എനിക്ക് ചെറിയൊരു വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫിനുള്ള സമയമായിരിക്കുന്നു. അപ്പം ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ. അപ്പോൾ ഗൈസ് രാവിലെ തന്നെ പണി തുടങ്ങി. ഇവൾക്ക് പല്ലുതീപ്പും കുളിയൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നവരോട് ഇന്ന് അണ്ണന് നേരത്തെ പോകണം. അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ തന്നെ പറഞ്ഞു, എടി എനിക്ക് പരത്തി ദോശ വേണം, വേഗം ഒന്നും ഉണ്ടാക്കി താ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ധൃതിക്ക് ഉണ്ടാക്കുക കേട്ടോ. സാധാരണ ഞാൻ അണ്ണനുമായിട്ടാണ് പല്ല് തേക്കുന്നതും രാവിലത്തെ ഫുഡ് കഴിക്കുന്നതും ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇന്ന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഞാൻ വേഗം തന്നെ അണ്ണന് രാവിലെ പരത്തി ദോശ വേണം. ഇന്ന് വല്ലാത്തൊരാഗ്രഹം തോന്നി. പരത്തി ദോശ അങ്ങനെ പല്ലും തേച്ചില്ല, ഒന്നും തേച്ചില്ല. ഞാൻ എഴുന്നേറ്റ് പാടേ വന്ന് ഉടനെ ദോശ ഉണ്ടാക്കി അണ്ണനെ നേരത്തെ പറഞ്ഞു വിടണം. സാധാരണ 9 മണിക്ക് പോയത്, ഇന്ന് അതിലും നേരത്തെ പോകണം. അതുകൊണ്ട് കൊച്ചിന് പരത്തി ദോശ തന്നെ വേണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ കല്ലിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം നനച്ചാലേ അല്ലെങ്കിൽ നമ്മുടെ കൈ പറ്റി പിടിക്കും. അങ്ങനെ പരത്തി ദോശ ഉണ്ടാക്കുകയാണ് അണ്ണന് രാവിലെ. ആദ്യമായിട്ട് പറഞ്ഞൊരാഗ്രഹമാണ് ഇത് വേണമെന്ന്. അങ്ങനെ ഇതുവരെ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. ഇതിൻ്റെ ഷേപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിക്കുന്നത്. എന്താ വട്ടത്തിലാവാത്തെ പിന്നെ കുറച്ച് പരത്തുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ അത് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ചൂടടിച്ചിട്ട് നമുക്ക് കൈ പൊള്ളും ചിലപ്പം. അപ്പം ഞാൻ മാക്സിമം വട്ടമാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ വട്ടമൊന്നും ആയില്ല. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ ദോശ ഇട്ട് അവസാനം വന്നപ്പോൾ ഒരുവിധം റൗണ്ടൊക്കെ ആയി കേട്ടോ. ആദ്യമൊക്കെ വല്ലാത്ത ഷേപ്പായിരുന്നു, പിന്നെ കുഴപ്പമില്ല. അണ്ണനും പിന്നെ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എനിക്കും കൂടെ 2 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഫുഡ് കൊടുത്തിട്ട് അണ്ണനെ പറഞ്ഞു വിടാം. എന്നിട്ട് വേണം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ധൃതിക്കുണ്ടെങ്കിൽ എനിക്ക് ധൃതിക്കൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാഞ്ഞത്. അപ്പോൾ നമ്മളത് അണ്ണന് ദോശ കൊടുത്തു കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് മടക്ക ദോശ? കൊള്ളാവോ? പിന്നെ കൈകൊണ്ട് പരത്തിയിടോ, കറക്റ്റ് വട്ടമൊന്നും ആവൂല. അയ്യടി. അപ്പോൾ ഗൈസ് എൻ്റെ ഡേ തുടങ്ങുകയാണ്. അപ്പോൾ ചോദിക്കും, അപ്പോൾ നേരത്തെ എന്താ തുടങ്ങിയത്? ശരിക്കും നേരത്തെ അണ്ണന് ധൃതിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാട്ടിക്കൂട്ടിയതാണ് കേട്ടോ. ഇനിയാണ് എനിക്ക് സമാധാനപരമായി എല്ലാം ചെയ്യണം. ധൃതി വെച്ചൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. സമാധാനപരമായി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചില ദിവസം രാവിലെ ഞാൻ എന്നും അണ്ണൻ്റെ കൂടെ ഇരുന്ന മിക്ക ദിവസം ഫുഡ് കഴിക്കുന്നത്. ചില ദിവസം അണ്ണൻ പല്ല് തേച്ചിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടാക്കണമായിരിക്കും. അമ്മ കറി ഉണ്ടാക്കും, അപ്പോൾ ഞാൻ അതിൻ്റെ സംഭവം ഉണ്ടാക്കുമായിരിക്കും. ചിലപ്പോൾ ദോശ ഇടണമായിരിക്കും. അപ്പോഴത്തേക്കും അണ്ണൻ പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരും. പിന്നെ എനിക്ക് സമയമില്ലല്ലോ. എനിക്കാണെങ്കിൽ ധൃതിക്ക് പല്ല് തേച്ച് പെട്ടെന്ന് കാര്യം അതെനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ പറയാം, അണ്ണൻ കഴിച്ചിട്ട് പോയിക്കോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അതുപോലെ ഇന്നും ധൃതിയായിരുന്നു. പിന്നെ എനിക്ക് മൂടുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്ന് തന്നെ വിചാരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്കിങ്ങനെ വൃത്തിയാക്കിയിടുന്നൊരു ശീലമുണ്ട്. ഇച്ചിരി ശീലം കൂടുതലാണ്. വൃത്തിയായിട്ട് കിടക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ആർക്കും ദോഷമൊന്നും വരുന്നില്ലല്ലോ. നമ്മൾ വൃത്തിയാക്കിയിടുന്നതല്ലേ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ അതല്ലേ നല്ലത്. എനിക്കിങ്ങനെ റൂമൊക്കെ എപ്പോഴും വൃത്തിയായി കിടക്കുന്നതാണ് എനിക്ക് സന്തോഷവും നമുക്കൊരു പോസിറ്റീവ് എനർജി എല്ലാം ചെയ്യാൻ തോന്നും. മൂടിയായിട്ടിരിക്കത്തില്ല. അപ്പം ഞാൻ ഇന്ന് പിന്നെ നല്ല മൂടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു എടുക്കണമെന്ന്. പിന്നെ ഇത് ചില ദിവസം എനിക്കിങ്ങനെ തോന്നും മുടി കെട്ടാമെന്ന്. ചില ദിവസം ഞാൻ വിചാരിക്കും മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാം. ചില ദിവസമേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് നല്ല മൂടുള്ളതുകൊണ്ട് മുടി കെട്ടി വയ്ക്കും. ഇല്ലെങ്കിൽ ഞാൻ അമ്മ കെട്ടിയൊക്കെ വെക്കുകയുള്ളൂ. ചില ഇങ്ങനെ മുടിയൊക്കെ ചീകി രാവിലെ ഉടക്കൊക്കെ കളഞ്ഞ്. ഇപ്പം പണ്ടത്തെ പോലെ അല്ല, ഇപ്പം എൻ്റെ മുടിയിൽ അധികം ഉടക്ക് വരാറില്ല. മറ്റേ കെരാറ്റിനൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ അങ്ങ് ഉടക്ക് വരത്തില്ല. പണ്ട് എന്തായിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ജട കെട്ടിയ പോലെ ആയിരുന്നു മുടി. അനങ്ങ് തൊടത്തിൽ എന്ത് വേദനയാണെന്നറിയാം. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം അത്രയും സംഭവമില്ല കേട്ടോ. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഹെയർ കട്ടും ചെയ്തായിരുന്നല്ലോ. അപ്പം ഇപ്പോൾ വലിയ മുടിയിൽ ഉടക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുടിയൊക്കെ കെട്ടി വെച്ചൊരു സമാധാനമാവും. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പല്ല് തേക്കാൻ പോകാം. എൻ്റെ റൂമിൻ്റെ അവസ്ഥ കാണിച്ചാൽ എന്താ എല്ലാം വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ഇരിക്കണം എപ്പോഴും റൂം. അപ്പോൾ ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ പല്ല് തേക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പല്ല് തേക്കുന്ന സ്പോട്ട്. പല്ല് തേക്കുന്നത് തുണി കഴുകുന്ന സ്പോട്ടാണ്. ഞാനും അണ്ണനും രാവിലെ സാധാരണ ഇവിടെ നിന്ന് പല്ല് തേച്ച് കുറേ നേരം വർത്താനൊക്കെ പറയും. പക്ഷേ ഇന്ന് അണ്ണനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇന്ന് അണ്ണൻ നേരത്തെ പോയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പല്ല് തേപ്പാണ്. കുറേ നേരം വായി നോക്കി നിന്ന് ചില ദിവസം പെട്ടെന്ന് കഴിയും. ചില ദിവസം ഇങ്ങനെ നിന്ന് എല്ലാം നിരീക്ഷിച്ച് റബ്ബറിൽ എത്ര റബ്ബറാണ് നിൽക്കുന്നത് മൊത്തം. അപ്പോൾ ഒരു റബ്ബറിൻ്റെ ഇതിനകത്ത് എത്ര റബ്ബർ വന്ന് വീഴുന്നുണ്ട് അതെല്ലാം അളന്ന് തൂക്കി നോക്കിയിട്ടൊക്കെ വരുള്ളൂ ചില ദിവസം. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളത് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പണിയിലോട്ട് കിടക്കാം. ഭയങ്കര പണിയൊന്നുമില്ല കേട്ടോ.
പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പാത്രം കിടപ്പുണ്ടായിരുന്നു, അതങ്ങ് കഴുകി വെക്കാം. എല്ലാം ഷടപടേന്ന് തീർത്താൽ നമുക്ക് കുറേ നേരം റെസ്റ്റിംഗ് ടൈം, കുറേ നേരം എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റിംഗ് പരിപാടി, ചെറിയൊരു വീഡിയോ ആണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. ഞാൻ ചെയ്ത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ ആണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഫുഡ് കഴിക്കണം, വിശപ്പായി തുടങ്ങി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈം ഉണ്ടല്ലോ. അപ്പം ഞാൻ ജോലിയൊക്കെ നേരത്തെ ഇങ്ങനെ ഒതുക്കുകയാണ് കേട്ടോ. രാവിലെ അങ്ങ് ഒതുക്കി വെച്ചാൽ നമുക്ക് ഭയങ്കര സമാധാനമാണ്. അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കും, ജസ്റ്റ് പാത്രമൊക്കെ കഴുകിയിട്ട് അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടും കേട്ടോ. അതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്, അല്ലാതെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസമല്ലേ. അപ്പം ഞാനിതൊക്കെയാണ് രാവിലെ എന്നും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഫുഡൊക്കെ അമ്മ വെച്ചു കേട്ടോ, ചോറും കറിയെല്ലാം അമ്മ രാവിലെ വെക്കും. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ പരത്തി ദോശയും സാമ്പാറും എനിക്കിഷ്ടമാണ്. ഗോതമ്പിൻ്റെ ദോശ ചിലപ്പോഴൊക്കെ തിന്നുന്നത് ഇഷ്ടമാണ്. ഇതിപ്പം ഇങ്ങനെ പരത്തി ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്. അങ്ങനെ ഞാൻ വെച്ച് കഴിക്കാമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഗോതമ്പ് ദോശ കാണുന്ന എനിക്ക് ദേഷ്യം, ഞാൻ കഴിക്കാറേ ഇല്ല. ഗോതമ്പിന് നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കും, ഇലയപ്പം കഴിക്കും, പക്ഷേ ഗോതമ്പ് ദോശ കാണുന്ന എനിക്ക് തോന്നുന്നൊരു പലർക്കും ദേഷ്യമുള്ള കാര്യമാണ് ഗോതമ്പ് ദോശ എന്ന് പറയുന്ന സാധനം. എനിക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം. ചിലപ്പം ആ ചൂടോടൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കഴിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് അണ്ണനില്ലാതെ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. സാധാരണ ചില ദിവസങ്ങളിൽ ഇങ്ങനെ നേരത്തെ ധൃതി വെച്ച് പോകുമ്പം അണ്ണനങ്ങ് പോകും. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് TV കണ്ട് ചില ദിവസമേ കഴിക്കുകയുള്ളൂ. ഇങ്ങനെ ഫോണിൽ സിനിമയൊക്കെ കണ്ടായിരിക്കും ഞാൻ മിക്ക ദിവസവും. അണ്ണൻ ഉച്ചയ്ക്ക് വരാത്ത ദിവസവും ഞാനിങ്ങനെ തന്നെ ആയിരിക്കും റൂമിൽ വന്നിരുന്ന് എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട് ഫോണിൽ നോക്കി സിനിമ കണ്ട് അങ്ങനെ കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കഴിക്കൽ, ഞാൻ ജോലിയെല്ലാം ഒതുക്കിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ പിന്നെ ജോലിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ മുത്തും കൊണ്ട്. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇന്നത് തീരുന്ന ദിവസമാണ്, ഇന്നത് ഫുൾ കംപ്ലീറ്റ് ആക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അത് കുറച്ച് മുത്തും കൂടെ ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനൊരു അടിപൊളി ഗോൾഡൻ പ്ലേ ബട്ടൺ ഞാൻ സ്വന്തമായിട്ട് പറയാം. അങ്ങനെയല്ല, സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ മുത്തൊക്കെ വെച്ചിട്ടുണ്ടാക്കി കേട്ടോ. അതെല്ലാവരും പോയി ഒന്ന് കാണണം കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ ഗോൾഡൻ പ്ലേ ബട്ടൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലാപ്ടോപ്പിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ലാപ്ടോപ്പിൽ കുറച്ച് എഡിറ്റിങ്, പിന്നെ കുറച്ച് സാധനങ്ങൾ ഫോണിൽ നിന്ന് ലാപ്ടോപ്പിലോട്ട് കയറ്റണമായിരുന്നു. പിന്നെ ലാപ്ടോപ്പിൽ കുറേ നേരം ഗെയിം കളിച്ചു. ഇതൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത്. വെറുതെ ഇരുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ കുറേ നേരം അതിനകത്ത് കുത്തിയിരുന്നു, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറേ നേരം ഇങ്ങനെ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജർ തീരുന്നവരെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതൊരു ശീലമായിപ്പോയി. അല്ലെങ്കിൽ പകുതി വെച്ചില്ല, അത് എടുത്തു കഴിഞ്ഞാൽ അത് ചാർജർ തീരുന്നവരെ ഞാൻ ഉപയോഗിക്കും. പിന്നെ തീർന്നത് ഓഫ് ആവാറാകുമ്പോഴായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ ഫോണിലെ ഗെയിമാണ് കേട്ടോ. ലാപ്ടോപ്പിൻ്റെ കട്ടമടം മുടങ്ങി, ഇനി അത് കുത്തിയിടണം. പിന്നെ ഞാൻ ഫോണിൽ കുറച്ച് ഗെയിം കളിക്കും കേട്ടോ. കുറച്ച് നേരം ഇതെൻ്റെ ഫേവറേറ്റ് ഗെയിമാണ്. അങ്ങനെ കുറേ നേരം അതിനകത്ത് കുത്തിയിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ ഉച്ചയായപ്പോൾ ഞാൻ ചോറുണ്ണാനെടുത്തു കേട്ടോ. ഇന്ന് അണ്ണൻ വന്നില്ല ഉച്ചയ്ക്ക്, അണ്ണൻ ഓട്ടം പോയി, അതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നില്ല. പിന്നെ ഇന്ന് ചോറിൻ്റെ കൂടെ കറി, മീൻ കറി, പിന്നെ അച്ചാർ, പിന്നെ ചമ്മന്തിപ്പൊടി. അപ്പോൾ അതും ഞാൻ രാവിലെ മീശമാധവൻ കണ്ടുകൊണ്ടിരുന്നതാണ് കഴിച്ച് കഴിയുന്നവരെ കാണുള്ളൂ, പിന്നെ സിനിമ കാണുമല്ലോ കേട്ടോ. അപ്പോൾ അത് പോസ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് അതിൻ്റെ ബാക്കി കാണുമായിരുന്നു കേട്ടോ ചോറുണ്ണാൻ നേരത്ത്. അങ്ങനെ ഞാൻ ചോറുണ്ണാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതേ നല്ലൊരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നു, എഴുന്നേറ്റു. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയാണ്, ഉച്ചയ്ക്ക് ഞാൻ മതിമറന്ന് കിടന്നുറങ്ങിപ്പോവും. ചില ദിവസം എഴുന്നേൽക്കുന്ന 6 മണിക്കായിരിക്കും ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് മീൻസ് ഒരു 3-4 മണിക്ക് കിടന്ന് ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെ ഇന്നും കിടന്നുറങ്ങി. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഉച്ച കഴിഞ്ഞ്. പിന്നെ എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മളത് എഴുന്നേറ്റപ്പോഴേ ഞാൻ അതാ ഓർത്തത്, അയ്യോ തയ്ക്കാനുണ്ടല്ലോ, തയ്ക്കാമെന്ന് വെച്ചപ്പോൾ അടുത്ത പരിപാടി തയ്യലാണ്. എൻ്റെ കുറച്ച് പുതിയ ഡ്രസ്സ് തയ്ക്കല്ലോ കേട്ടോ. ഞാൻ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സിൻ്റെ ഈ സൈഡിലെ തയ്യലൊക്കെ പൊട്ടുമല്ലോ, താഴത്തെ ഫ്ലെയറിൻ്റെ അല്ല ഫ്രില്ലിൻ്റെ തയ്യലൊക്കെ പൊട്ടിയിരുന്നു. അപ്പം ഇതൊക്കെ വീട്ടിലിടുന്ന കേട്ടോ. നമ്മൾ സാധാരണ നമുക്ക് തയ്ക്കാനും മെഷീനും ഉണ്ടെങ്കിൽ നമ്മളാണല്ലോ കൂടുതലും മടി പിടിച്ച് നമ്മുടെ സാധനങ്ങൾ കീറിയിരുന്നാലും തയ്ക്കില്ല. ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തുണിയും എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സും കീറിയിരിക്കുകയായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ എന്തെങ്കിലും അത് തയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് തയ്ക്കുകയാണ് കേട്ടോ. 2 ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ, 2ഉം തയ്യൽ പൊട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അത് 2ഉം തയ്ച്ചു, ഒന്നും നോക്കിയില്ല. കുറേ ദിവസം കൊണ്ട് തയ്ക്കണമെന്ന് വിചാരിക്കുന്നു. മൂഡില്ലാത്തതുകൊണ്ട് തയ്ക്കില്ല. ചില ദിവസം മൂടേ കാണില്ല. പിന്നെ ഇന്ന് നല്ല മൂടായതുകൊണ്ട് ഇന്ന് തയ്ച്ചു.
അങ്ങനെ ഗൈസ് ഇനിയാണ് അടുത്ത പണി. ദേ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പം ഞാൻ ഞെട്ടിപ്പോയി. കരിയില കണ്ടിട്ട് രാവിലെ നോക്കിയപ്പോൾ ഇത്രയും കരിയില ഇല്ലായിരുന്നു. പിന്നെ ഞാൻ തുണിയും കഴുകാൻ ഇറങ്ങി കേട്ടോ. ചില ദിവസം ഞാൻ രാവിലെ തുണി കഴുകും, ചില ദിവസം വൈകിട്ട് തുണി കഴുകും. ദാറ്റ് ഡിപ്പെൻസ് ഓൺ മൂഡ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എനിക്ക് മൂടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം തുണി കഴുകാമെന്ന് വെച്ചാൽ അങ്ങനെ തുണിയായിട്ട് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തെ കരിയില കണ്ട് ഞാൻ സ്തംഭിച്ച് നിന്നുപോയി. അപ്പോൾ പിന്നെ അതൊക്കെ തൂത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റം തൂപ്പ് തുടങ്ങി. മുറ്റം തൂത്തിട്ട് തുണിയൊക്കെ കഴുകി കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റം തൂപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അറിയാലോ, ഡിസംബർ മാസത്തെ കാറ്റ് വല്ലാത്തൊരു കാറ്റ്. അതും റബ്ബറും കാടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അങ്ങ് അപ്പുറത്തെ റബ്ബറും കാട്ടിൽ നിന്നൊക്കെ ഇല പറത്തിക്കൊണ്ടാണ് നമ്മുടെ മുറ്റത്ത് കൊണ്ടിടുന്നത് ഈ കാറ്റ്. അങ്ങനെയാണ് ഇത്രയും കരിയില. രാവിലെ നോക്കുമ്പോൾ ഇത്രയൊന്നും ഇല്ല. നമ്മുടെ മുറ്റം കണ്ടോ ഇപ്പം ഒരില പോലും ഇല്ല, ഒരില പോലും. എല്ലാം തൂത്ത് കളഞ്ഞു, ഒന്നും നോക്കിയില്ല. അങ്ങനെ മുറ്റമൊക്കെ തൂത്തു. പിന്നെ അമ്മ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാപ്പി എടുക്കുക. പാൽക്കാപ്പിയാണ് കേട്ടോ എനിക്ക് കൂട്ടത്തിലിഷ്ടം. പാല്, ചായ, പാൽക്കാപ്പി. അത് കൂട്ടത്തിലിഷ്ടം എനിക്ക് പാൽക്കാപ്പിയാണ്. അങ്ങനെ ഞാൻ കുറച്ചല്ല ഒരു കപ്പ് പാൽക്കാപ്പി എടുത്തുകൊണ്ട് മുറ്റത്തിറങ്ങി. പ്രകൃതി രമണീയതയൊക്കെ കണ്ട് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ മുറ്റത്തോട്ട്. അങ്ങനെ മുറ്റത്തിറങ്ങി കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു റൂമൊന്ന് തൂക്കാമെന്ന്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഒരു തൂപ്പുള്ളതാണ് കേട്ടോ അകത്ത്. അങ്ങനെ റൂമൊക്കെ ഒന്ന് തൂത്ത് അടിച്ച് വാരി വിളക്കൊക്കെ കത്തിക്കണമല്ലോ. അപ്പം സമയം കണ്ടോ, ക്ലോക്കിലെ സമയം കണ്ടോ, 5 മണിയാവാറായി. അപ്പോൾ ഇനി കുളിക്കണം. പിന്നെ നമ്മുടെ തുണി കഴുകാൻ കിടക്കുന്നു, അത് മറന്നിട്ടില്ല. തുണി കഴുകി കുളിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് തുണിയും കഴുകി കുളിച്ചിട്ട് വന്ന് ചെടിയെല്ലാം ഉണങ്ങി നിൽക്കുകയാണ്. കാരണം നല്ല വെയിലായി. എല്ലാ ദിവസവും ഒഴിക്കുമെങ്കിലും വൈകുന്നേരം ആകുമ്പം രാവിലെ നിൽക്കുന്ന ഉണർവ് വൈകുന്നേരമല്ല, അതുപോലെ വെയിലാണ്. അപ്പം ഞാൻ എല്ലാത്തിനും കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ചെടിക്കൊക്കെ ഇച്ചിരിയും വെള്ളം ഒഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതെന്താ പിശുക്ക് കാണിക്കുന്നതല്ല. ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും നിറഞ്ഞ് തുളുമ്പി പോകും കുറേ വെള്ളം. അപ്പം ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് ഫില്ല് ചെയ്ത് വരിക കേട്ടോ. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഇതൊക്കെ മൂടുള്ളപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പം പിന്നെ ഡെയിലി മിക്ക ദിവസവും ചെയ്യും. കാരണം ഇത് അത്രയും വെയിലാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നടന്ന ചെടി ഉണങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാണ്. അപ്പം വെള്ളമൊക്കെ ഒഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കാൻ പോവാണ്. അങ്ങനെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. സന്ധ്യ ആവാറായി കേട്ടോ. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 5:30 കഴിഞ്ഞു. 5:30 കഴിഞ്ഞില്ല, 6 മണി ആവാറായി. കാരണം തുണിയും കഴുകി കുളിച്ച് വന്നപ്പോഴത്തേക്കും 6 മണി ആവാറായി. പിന്നെ പെട്ടെന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കാണ് കേട്ടോ, കത്തിക്കാൻ വേണ്ടി. പിന്നെ വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ വിളക്കിൽ വെക്കാൻ പൂ പറിക്കാൻ പോകാം. പൂ പറിക്കാൻ ദൂരെ എങ്ങും പോകണ്ട, നമ്മുടെ മുറ്റത്ത് തന്നെ തെറ്റി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പൂവും പറിച്ചിട്ട് വരികയാണ്. പൂവും തെറ്റിപ്പൂവും തുളസിയിലയും. അങ്ങനെ ഗൈസ് ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാണ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി ചന്ദനം ഇടുന്ന ഇഷ്ടമാണ് കേട്ടോ. എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് വന്ന് ഇച്ചിരി ചന്ദനം ഇടുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് കേട്ടോ. താരം എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അതിനകത്തൊരു സാധനം, അതാകെ 3 ഉള്ളായിരുന്നു. നീ എടുത്ത് മാറ്റി ചാർജർ വയറിട്ടേ പോവാ. ഇഷ്ട ഉച്ചയ്ക്ക് വരാത്ത കൊച്ച് ഇപ്പൊ വന്നേക്കാണ് വൈകുന്നേരമായപ്പോ. ഗോൾഡൻ പ്ലേ ബട്ടൺ എങ്ങനെയുണ്ട്? ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്തത്. എന്റെ വീഡിയോ വരുന്നതായിരിക്കും ഉടനെ. അണ്ണൻ ഇന്നാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോഴാണ് അണ്ണൻ കാണുന്നത്. ഇഷ്ടപ്പെട്ടാ? അടിപൊളി. ഇന്നാണ് അണ്ണൻ കാണുന്നത് കേട്ടോ. ഇന്നാണ് കംപ്ലീറ്റ് ആക്കിയത് അത് ഫുള്ള്. കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാ. അപ്പോൾ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞ് നീ വന്നു. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ തലേ ദിവസത്തെ റിസപ്ഷൻ. അപ്പോൾ അതിന് വേണ്ടി പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണത്തിന് വന്നു. പിന്നെ ബ്രൈഡിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്നു, എന്നിട്ട് ഇങ്ങനെ പോരുന്നു കേട്ടോ. കല്യാണത്തിനൊക്കെ പോയി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞത് നമ്മുടെ രാത്രിയായി. ഇനി നമുക്ക് ഉറങ്ങാം, കിടന്നുറങ്ങാം. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഉറങ്ങാൻ പോകാമെന്ന്. അല്ല, ഞങ്ങൾ വേറൊരു കാര്യം ചെയ്യാനുണ്ട്. യെസ്, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം. കഞ്ഞിയും പയറും കുടിക്കാൻ പോകുന്നു. ഇന്ന് ശരിക്കും കഞ്ഞിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയി ബിരിയാണി കഴിച്ചു. അത് 6:30-ക്കാണ്. 6:30-ക്കല്ല, 7 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു.
അങ്ങനെ അതിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും പയറും. അപ്പോൾ അണ്ണൻ പറഞ്ഞ് നമുക്കൊരു 10:30 കഞ്ഞിയും പയറും കുടിക്കാൻ ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയും പയറും കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.